എന്റെ പൊന്നെ രാവിലെ ഇതേതാ സ്ഥലം? ഇവിടെ ഒരു പൊളിഞ്ഞ വീട്. ഇത് ഞങ്ങളുടെ വീടാണോ? അല്ലല്ലോ, ഇത് ഞങ്ങളുടെ വീടല്ലല്ലോ. ഇതേതാ സ്ഥലം? അല്ല, ഇപ്പൊ സമയം രാത്രിയാണല്ലോ, രാവിലെ ആയില്ലല്ലോ. പിന്നെ ഞാനെങ്ങനെ ഇവിടെ എത്തി? ഇത് ഏതാ സ്ഥലം? ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പൊളിഞ്ഞ വീടൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് ഏതാ വീടാ ഇത് പൊളിഞ്ഞ വീട്? എന്റെ പൊന്നെ, ഇത് എന്തോ അത്? എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ ഇവിടെ? എന്റെ വീട്ടിലൊക്കെ ഉള്ള വഴി അങ്ങോട്ടാണോ എന്തോ ആർക്കറിയാം. ഇങ്ങോട്ടല്ല. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടും അല്ല. ഇത് ഏതാണ് സ്ഥലം? പൊളിഞ്ഞ വീടിന്റെ സ്ഥലം? എനിക്കറിയത്തില്ല. ഞാൻ ഇനി എങ്ങനെ എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവാ എന്തോ? അയ്യോ, ദേ മഴ പെയ്യുന്നു. ഇതെന്തോ ഒരു പെട്ടെന്ന് മഴ പെയ്യുന്നു. ആകാശത്താണെങ്കിൽ മഴക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ പെട്ടെന്ന് മഴ പെയ്ത്? എന്റെ ഭഗവാൻ, ഇടി വെട്ടുന്നു. എന്റെ അമ്മ, ഇടി വെട്ടുന്ന പേടി വന്നിട്ട് വയ്യ. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഈ വീടിന്റെ അകത്ത് കയറി നിൽക്കാം മഴ മാറുന്നവരെ. എന്നിട്ട് എങ്ങനെയാലും വീട്ടിലോട്ട് പോകാനുള്ള വഴി കണ്ടെത്താം. ഞാൻ എന്തായാലും വീടിന്റെ അകത്ത് കയറി നിൽക്കാം. ഈ മഴയൊന്ന് വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്റെ പൊന്നെ, ഇത് എന്ത് വീടാണിത്? നല്ല പഴയ വീടായത്. ഇതെന്തോ 100 വർഷം പഴക്കമുള്ള വീടാണെന്ന് തോന്നില്ല. അത്രയ്ക്കും പഴക്കം ചേർന്ന സാധനങ്ങളൊക്കെ വീട്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ വീട്ടിന്റെ അകത്ത് നിൽക്കാനും പേടി വന്നിട്ട് പോയാ. പുറത്താണ് നല്ല മഴയും. എന്റെ പൊന്നെ, ഇടിവെട്ടുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്? പുറത്ത് നല്ല ഇടിവെട്ട് മഴയാ. ഈ മഴയൊന്ന് മാറിയിട്ട് വേണം എന്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊന്ന് കണ്ടെത്താൻ. എന്റെ ഭഗവാനെ, ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ എത്തുന്നത് ആർക്കറിയാം? സമാധാനം, ഇപ്പൊ മഴ പോയെന്ന് തോന്നുന്നു. വീട്ടിൽ പോയിനി. ഭാഗ്യം, മഴ മാറി. ഇനി വീട്ടിലേക്ക് പോവാ. ആദ്യമേ ഈ വഴി കൂടെ പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് അപ്പുറത്തെ വഴി കൂടെ പോവാം. ഈ വഴി കൂടെ പോകുമ്പോ തന്നെ എന്റെ വീട് കാണാൻ പറ്റണേ എന്റെ ഭഗവാനെ. അയ്യോ, ഇത് ഏതാ സ്ഥലം? ഇതെന്താണ്? മരങ്ങളെല്ലാം കൂടെ കിടന്ന് പേടിച്ച് വരയ്ക്കുന്നതിന് കിടന്ന് വിറയ്ക്കുന്നത്. ഇതെന്തേ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തോ ഇത്? ഈ കാറ്റടിച്ചിട്ട് കാണി ഇങ്ങനെ മരം കിടന്ന് അനങ്ങുന്നതാണോ? അപ്പുറത്തൊക്കെ ആണെങ്കിൽ മരങ്ങളൊക്കെ അവിടെ അനങ്ങാൻ നിൽക്കുവാണല്ലോ. ഈ 6 മരങ്ങൾ മാത്രം കിടന്ന് അനങ്ങുന്നു. ഇവിടെ എന്തേ സംഭവിക്കുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പോവാ, പെട്ടെന്ന് അങ്ങോട്ട് ഓടി. എന്റെ ഭഗവാനെ, കുറച്ച് കറുത്ത രൂപങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നു. എന്റെ അമ്മ, ഇവരതെന്തോ കാണിക്കുന്നത്? പേടി വന്നിട്ട് വയ്യ. ഇതേ ഒരെണ്ണം മാത്രമാണ് മരത്തിന്റെ അവിടെ കൂടെ ഒക്കെ കളിക്കുന്നത്. അമ്മേ, അയ്യോ എന്റെ പൊന്നെ, പേടി വന്നിട്ട് വയ്യ. അയ്യോ, ഇതൊന്ന് കാണിക്കുക. മരത്തിന്റെ ആ സൈഡിൽ അങ്ങോട്ട് കണ്ട് കളിക്കുന്നത്. മരത്തിന്റെ സൈഡിൽ നിന്ന് ഒളിച്ചൊളിച്ച് കളിക്കുന്നത്. അയ്യോ എന്റെ അമ്മ, പിന്നെ വന്നു ഇങ്ങോട്ട്. അയ്യോ, പേടിച്ചു പോയി അമ്മേ. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. എന്റെ പൊന്നെ, ഓടിക്കോ. അയ്യോ എന്റെ അമ്മ, അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതേതേ സ്ഥലം? മുമ്പ് കണ്ടേ പൊളിഞ്ഞ വീട് തന്നെയല്ലേ? ഞാൻ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയോ? ഇതേ പിന്നെ മഴ പെയ്യുന്നു. തൽക്കാലം ഈ വീടിന്റെ അകത്തുണ്ട് കയറാം മുമ്പത്തെ പോലെ. വീടിന്റെ അകത്ത് കയറി എങ്ങനെ? പുറത്താണ് ഇപ്പോഴും മഴയോ? എന്റെ പൊന്നെ, ഞാൻ ഇനി ഈ സ്ഥലത്ത് ട്രാപ്പ് ആയി പോയോ? ഇനി ഒരിക്കലും എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്ക്. അതാരും ചിരിക്കുന്നേ? ഈ വീട്ടിൽ എന്താ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇപ്പൊ ആരോ ചിരി കേട്ടല്ലോ. അയ്യോ, എനിക്ക് പേടി വന്നിട്ട് അയ്യാ. അമ്മേ, ഇങ്ങോട്ട് നോക്കണ ചെറുക്ക. എന്നെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. അല്ലപ്പോ ഈ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അല്ലപ്പോ എനിക്ക് ചായ എല്ലാം തരാനായിരിക്കും. ചൂട് ചായ. നല്ല മഴയൊക്കെ ഇല്ല, അതുകൊണ്ട്. എനിക്കുള്ള ചായ പടം തരാട ചെറുക്ക. വാടാ. ഹായ്, അപ്പൊ ചായ മാത്രമല്ല, വടയുണ്ടല്ലോ. ഇന്നാ ചെറുക്ക, ചായ പടയും. ഞാൻ വരുവാ. അയ്യോ എന്റെ അമ്മേ, പ്രേതം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഇവിടുന്ന് വിട്. ഇപ്പൊ വിടാട ചെറുക്ക നിന്നെ. നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്റെ കൂട്ടുകാരൻ പ്രേതമാണ് നിന്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ നീയാണ് നിന്റെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് എന്റെ കൂട്ടുകാരൻ പ്രേതം നിന്റെ ദേഹത്ത് കയറി. എന്നിട്ട് നീ ഉറക്കത്തിൽ നടന്നു വരുന്ന പോലെ ഈ കോട്ടയിലോട്ട് നീ നടന്നു വന്നു. കോട്ടയൊന്നും അല്ല, ഒരു സാധാരണ വീട്. അതാ ഞങ്ങളുടെ കോട്ടയല്ലാത്ത സാധാരണ വീട്. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് നീ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നിന്റെ ദേഹത്ത് കയറി. എന്നിട്ട് അവനാണെങ്കിൽ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. അവൻ നിന്റെ ദേഹത്തല്ലേ കയറി. അപ്പൊ നിന്നെ അവൻ കൺട്രോൾ ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ഇവിടെ എത്തിയപ്പോൾ നിന്റെ ദേഹത്തു നിന്ന് ഇറങ്ങിയവൻ. ആ സമയത്ത് നിനക്ക് ബോധവും വന്നു. എന്റെ കൂട്ടുകാരൻ പ്രേതമാണെങ്കിൽ അടുത്ത ആളെ വിളിച്ചോണ്ട് വരാൻ പോയേക്കുവോ. ഇനി 2-3 മണിക്കൂറിനുള്ളിൽ വേറൊരാളും കൂടെ അവൻ വിളിച്ചോണ്ട് വരും.
നിന്നെ എണ്ണയിലിട്ട് വറക്കണോ അതോ ഗ്രില്ല് ചെയ്യണോ? അയ്യോ എന്നെ ഒന്നും എണ്ണയിലിട്ട് വറക്കല്ലേ, എനിക്ക് പേടിയാ. എന്നാ നിന്നെ ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ എനിക്ക് പേടിയാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ മാംസം അങ്ങ് പച്ചക്കയില്ല. അയ്യോ ഈ പറഞ്ഞൊന്നും ചെയ്യല്ലേ, എന്നെ വിട്ടാ മതി ഇവിടുന്ന്, ഞാൻ പൊക്കോളാം. നീ മുമ്പ് ഒരു പ്രാവശ്യം ഈ വീട്ടിന്റെ അകത്ത് കയറിയില്ലേ? ആ സമയത്ത് ഞാൻ വിശ്രമിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടില്ല. പിന്നെ നീ വന്നപ്പോ നിന്നെ ഞാൻ കണ്ടത്. അങ്ങനെ നിന്നെ ഞാൻ പിടിച്ച്. നീ മുമ്പേ എന്താ പറഞ്ഞേ? നിന്നെ ഒന്നും ചെയ്യില്ല, നീ വിട്ടാ മതി. ഇപ്പൊ വിടാതെ ചേർക്കാൻ നിന്നെ ഞാൻ കാത്തിരുന്നോ? അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ എന്തിനാ നിങ്ങൾക്ക്? എണ്ണയിലിട്ട് വറുത്ത് തിന്നുവോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുവോ അല്ലെങ്കിൽ പച്ചക്ക് തിന്നാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്റെ കൂട്ടുകാരനും. അതുകൊണ്ടാണ് നിന്നെ പിടിച്ചോണ്ട് വന്നത്. അല്ല ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ മാത്രം പിടിച്ചോണ്ട് വന്നത്? അവരെ കൂടെ പിടിച്ചോണ്ട് വരത്തില്ലായിരുന്നു? ഞങ്ങൾ ആൺകുട്ടികളെ മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ, പെൺകുട്ടികളെ ഭക്ഷിക്കത്തില്ല. എന്റെ കൂട്ടുകാരൻ പ്രേതം കൂടെ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കും നിന്നെ ഫ്രൈ ചെയ്യണോ അതോ ഗ്രില്ല് ചെയ്യണോ അതോ പച്ചക്ക് തിന്നണോന്ന്. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് പേടിയാ. അല്ല നിനക്ക് എന്നെ തരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിനക്ക് വേറെ എന്തെങ്കിലും തരാം. നീ എന്ത് തന്നാലും നിന്റെ മാംസത്തിന്റെ അത്ര ഒന്നും വരത്തില്ലടാ ചേർക്കാം. എന്റെ കൂട്ടുകാരൻ പ്രേതം കൂടെ വരട്ടെ അടുത്ത ഒരാളെ കൊണ്ട്, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ ഞങ്ങൾ എങ്ങനെ ഭക്ഷിക്കണോന്ന്. ഞാൻ എന്തായാലും വിശ്രമിക്കാൻ പോവാ, അടങ്ങിയിരുന്നോണം കേട്ട ചേർക്കാം. ഓ ഈ പ്രേതം പോയ സമയത്ത് പെട്ടെന്ന് കഥവും തുറന്ന് ഇറങ്ങി ഓടാ എങ്ങോട്ടേലും. കഥക് തുറക്കാൻ നോക്കണ്ടത് ചേർക്കാ, ആ കഥ ഞാൻ എപ്പോഴേ പൂട്ടിയിട്ട്. എന്റെ അമ്മ ഇവിടുന്ന് അങ്ങനെ രക്ഷപ്പെടുവാന്തോ. ഗുരുവായൂരപ്പന്റെ മാലാണെങ്കിൽ എന്റെ കഴുത്തിൽ നിന്നാണ് പൊട്ടിപ്പോയായിരുന്നെന്ന്. എന്റെ വീണ്ടും എന്റെ കഴുത്തെ കെട്ടി വെക്കാനാണ് ഓർത്തില്ല ഞാൻ. ഗുരുവായൂരപ്പന്റെ മാല എന്റെ കഴുത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ പ്രേതത്തിന്റെ കൂട്ടാനും പ്രേതം എന്റെ ദേഹത്ത് കയറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു തന്നെ. ഉറപ്പാട്ടെ ആ 2 പ്രേതങ്ങൾ എന്നെ പിടിച്ച് ഇന്നും തോന്നുന്നു. ഓ പേടി വന്നിട്ട് പോയി എന്റെ അമ്മേ. അയ്യോ പേടി വരുന്നേ അമ്മേ. മിണ്ടായിരട ചേർക്ക, അമ്മ അച്ഛനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഇനി ഇവിടുന്ന് ആരും രക്ഷിക്കാൻ പോകുന്നില്ല. അയ്യോ ഇനി ഇവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടും. അയ്യോ ഇവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടും. അവിടെ മിണ്ടാണ്ടിരേട് ചേർക്ക, ഞാൻ കിടന്ന് കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ. നീ ഇനി ഒരു അക്ഷരം വേണ്ടിയ നിന്നെ ഞാൻ ശരിയാക്കും. തൽക്കാലം എന്തേലും മിണ്ടാതിരിക്കാം. ഞാൻ എന്തേലും ഒച്ച ഉണ്ടാക്കി ആ പ്രേതം വന്ന് എന്നെ ശരിയാക്കും. എന്തായാലും എന്റെ കാര്യം തീരാറായെന്ന് മനസ്സിലായി. ആ പ്രേതത്തിന് എങ്ങനെയാലും നേരിടാൻ നോക്കാം. ദാ പ്രേതമേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എന്റെ ശക്തി നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്താണ് ചേർക്ക നിനക്ക്? എന്നെ ഒന്നും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? നീ ഇപ്പൊ തൽക്കാലം കിടന്ന് ഉറങ്ങണ്ട, എന്റെ ശക്തി എന്താ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ അത്ര കാര്യം ചേർക്ക, എന്റെ ശക്തി എന്തോ നിനക്ക് ഞാൻ കാണിച്ചു തരാം. വാടാ ഇടിക്കടാ എന്നെ. നീ ഇങ്ങോട്ട് വന്ന് ഇടിക്കണ പ്രേതം ആദ്യം. ഞാൻ തന്നെ ആദ്യം നിന്നെ ഒന്ന് ഇടിക്കാടെ ചേർക്കാം. എന്റെ ഒരു ഇടിക്ക് നീ തെറിച്ചു പോവും, കണ്ടോണം. ആര് തെറിച്ചു വന്നെന്ന് കാണാം. അയ്യോ ഈ കഥകും പൊളിച്ചിട്ട് ഞാൻ അപ്പുറത്തായി വീണ. അയ്യോ ആ പ്രേതനെ കഥവും പൊളിച്ചിട്ട് അപ്പുറത്ത് കിടപ്പുണ്ട്. ഈ സമയം കൊണ്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാ ഇവിടുന്ന്. നല്ലൊരു ഐഡിയ അത്. എന്റെ അമ്മയെ എന്നെ ആരെങ്കിലും രക്ഷിക്കേ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ദാ ചേർക്ക ഓടി വേണം, എന്നെ രക്ഷിക്കടാ. ഒരു കാരണവശാലും ഇങ്ങനെ വീണ ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല. ഓടി വേണം ചേർക്ക, എന്നെ രക്ഷിക്കടാ. ഈ സമയത്ത് എന്റെ കൂട്ടുകാരൻ വരുമായിരുന്നു കൊള്ളായിരുന്നു. എന്താണ് പ്രേതമേ ചക്ക വെട്ടിയിട്ട് കണക്ക് കിടക്കുന്നേ? എടാ ചേർക്ക എന്റെ കയ്യെ പിടിച്ച് നെനയിപ്പിക്കടാ. എന്നെ ഇപ്പൊ ഗ്രില്ലാക്കാൻ വേണ്ടി നിന്നെ ഇപ്പൊ എഴുന്നേപ്പിക്കടാ പ്രേതമേ. ഞാൻ പോവാ എന്റെ വീടും തപ്പി. ചേട്ടാ ബൈ. എടാ പോലെയാണ് ചേർക്ക, എന്നെ രക്ഷിച്ചിട്ട് പോടാ. അയ്യോ ഞാൻ ഇനി ഇവിടെ കിടക്കണം, എന്റെ കൂട്ടുകാരൻ വരുന്ന പോലെ. അയ്യോ 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 അയ്യോ.